നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം തിരുവല്ലത്ത് ഗർഭിണിയായ യുവതിക്ക് നേരെ യുവാവിന്റെ പരാക്രമം. വീട്ടിൽ കയറി അതിക്രമിക്കുകയും കൊലപ്പെടുത്തുമെന്ന് ഭീഷണി മുഴക്കുകയും ചെയ്തു. വലിയതുറ സ്വദേശി ഗോഡ്വിൻ ലോപ്പസ് ആണ് യുവതിയെ ആക്രമിച്ചത്. യുവതിയും ഭർത്താവും തിരുവല്ലം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഞാനും എൻ്റെ അമ്മൂമ്മയും എൻ്റെ അനിയത്തിയും, അതായത് ഭർത്താവിൻ്റെ അമ്മൂമ്മയും അനിയത്തിയും മാത്രം ഉണ്ടായിരുന്ന ദിവസം വീട്ടിൽ ആണുങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കയറി വന്ന് ഇതേപോലെ തന്നെ എന്നെ ഭീഷണിപ്പെടുത്തി അവളെ ഞാൻ ഇതേപോലെ കൊല്ലുമെന്നും വയറ്റിൽ കിടക്കണ എൻ്റെ കൊച്ചിനെ കൊല്ലുമെന്നും എന്നെ മാനസികമായിട്ട് ഒരിക്കലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ ഭീഷണിപ്പെടുത്തി ഒക്കെ ചെയ്ത് ഞാൻ പോലീസിനെ വിളിച്ച സമയത്ത് പേടിച്ച് അയാൾ പോവുകയും വീട്ടിൽ നിന്ന് പോവുകയും ചെയ്തു. ഇതേപോലെ തന്നെ വീട്ടുകാർ ഇയാളുടെ വലിയച്ഛനേതോ വലിയതുറയിലെ CA ആയിരുന്നെന്നോ എന്തോ പറഞ്ഞിട്ട് ഇവർക്ക് ആ രീതിയിലുള്ള പിടിപാടുണ്ടെന്ന് പറഞ്ഞ് ഇവരുടെ വീട്ടുകാരെ വിളിച്ച് ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഇവരുടെ വീട്ടുകാരെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇതേ തരത്തിലുള്ള കോണ്ടാക്റ്റുള്ള ആൾക്കാരാണ്. ഞങ്ങൾ അതുവഴി ഞങ്ങൾ ഊരിയെടുത്തോളാം ഞങ്ങളുടെ മകനെ, നീ എന്താന്ന് വെച്ചാൽ കാണിക്കുന്നുള്ള രീതിയിൽ വീട്ടുകാർ വഴി അവരുടെ വീട്ടിൽ നിന്ന് അനിയത്തി, അമ്മ, അച്ഛൻ ഉൾപ്പെടെ എന്നെ വിളിച്ച് മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. എന്ന് പറഞ്ഞ പുള്ളിയായിട്ട് ഏകദേശം പ്രശ്നം തുടങ്ങിയിട്ട് 8 മാസത്തോളമായി. എൻ്റെ വൈഫിൻ്റെ പഴയ കാമുകൻ എന്നുള്ള രീതിയിലാണ് അവൻ്റെ അടുത്ത് സംസാരിക്കാൻ കഴിയുന്നത്. എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് അവൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവനും അറിയത്തില്ല, എനിക്കറിയില്ല. പഴയ സമയത്ത് മുമ്പുണ്ടായ സമയത്ത് നേരത്തെ ഒന്നുണ്ടെങ്കിൽ തന്നെ അത് ഒരാൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ വിട്ടുപോകണം, അതിൽ കൂടുതൽ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇതിന് ശേഷം ഞാൻ അവളെ കല്യാണം കഴിച്ചു. ഇനി മാനസികമായിട്ടും ശാരീരികമായിട്ടും ജീവിക്കാൻ സമ്മതിക്കില്ല, സാമ്പത്തികമായിട്ടും ഒരു കാര്യത്തിനും പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലാണ് ഭീഷണി. ഇത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 8-9 മാസത്തോളമായി. മുൻ ആൺസുഹൃത്താണ് യുവതിക്ക് നേരെ ആക്രമണം നടത്തിയതെന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ വിഷയമാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. ഗർഭിണിയായ യുവതിയെ ആക്രമിക്കാനുള്ള കാരണം എന്താണ്? വി വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, ഇവരുടെ പരാതിയിൽ പറയുന്നത് പോലെ ഈ യുവതിയുടെ മുൻ ആൺസുഹൃത്ത് വീട്ടിൽ കയറി കൊലപ്പെടുത്തുമെന്ന് ഭീഷണി മുഴക്കുകയും അവർക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. അതിന്റെ കാരണം എന്താണ്? പ്രകോപന കാരണം എന്താണ്? ടോം, ഇപ്പോഴും ദമ്പതികൾ തിരുവല്ലം പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണ്. ഈ ആരോപണ വിധേയനെ കൂടി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് സാധാരണ നിലയിൽ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം നടന്ന ശേഷമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ ഇവിടെ കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക്, അവരിപ്പോൾ കൊച്ചി സ്വദേശിയാണ്, തിരുവനന്തപുരത്ത് കല്യാണം കഴിഞ്ഞ് താമസിക്കുകയാണ്. ഈ വീട്ടിലേക്ക് അക്രമി എത്തുകയും ഇവരെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. ഗർഭിണിയെ ആക്രമിക്കും, 7 മാസം ഗർഭിണിയായ പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയെ ആക്രമിക്കും, കൊലപ്പെടുത്തുമെന്ന ഭീഷണിയാണ് പ്രതി നടത്തിയത്. ഇത് സ്വാഭാവികമായും പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ അനവധിയായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. അതെല്ലാം തന്നെ ഈ കുറ്റകൃത്യം നടന്ന ശേഷമാണ്. പക്ഷേ ഇത് അതിന് മുൻപ് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. കാരണം ഇങ്ങനെ ഒരു ഭീഷണിയുണ്ട്. ഇതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ നടപടി ഉണ്ടാകണം, കേസെടുക്കണം എന്ന ആവശ്യമാണ് ദമ്പതികൾ ഉന്നയിക്കുന്നത്. അവിടെ ഒത്തുതീർപ്പ് എന്ന നിലയ്ക്കാണ് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ചർച്ച നടക്കുന്നത്. ആ നിലയ്ക്കാണ് നമ്മൾ മനസ്സിലാക്കുന്നതും എഴുതി വെപ്പിച്ച് ഇവരെ വിടുക എന്ന കാര്യം. പക്ഷേ അതുകൊണ്ട് മാത്രമായോ എന്നൊരു സംശയമുണ്ട്, ഇവരുടെ ഭീതിയുണ്ട്. 7 മാസം ഗർഭിണിയാണ് ആ പെൺകുട്ടി. നേരത്തെ ഈ കുറ്റാരോപിതൻ, അല്ലെങ്കിൽ ഇന്നലെ അവരുടെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയ ആൾ നേരത്തെ തന്നെ എഡ്വിൻ ഈ പെൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്നു. പെൺകുട്ടി കൊച്ചി സ്വദേശിയാണ്, അവിടെ വെച്ചുള്ള പരിചയമാണ്. അതിനുശേഷം പെൺകുട്ടി തിരുവനന്തപുരത്തേക്ക് വരികയും ഇവിടെ മറ്റൊരു യുവാവുമായി വിവാഹത്തിലേർപ്പെടുകയും അവരുടെ ദാമ്പത്യം തുടർന്നു പോവുകയുമാണ്. പക്ഷേ എഡ്വിൻ പല നമ്പറുകളിലായി തുടർച്ചയായി ഈ വീട്ടിലേക്ക് വിളിക്കുന്നു. മാത്രമല്ല ഭർത്താവിനെ വിളിച്ചിട്ട് കൊലപ്പെടുത്തും എന്ന കാര്യം പറയുന്നു. തന്റെ കാമുകിയായിരുന്നു എന്ന് പറയുന്നു. തനിക്ക് പോലീസിലും മറ്റ് സംവിധാനങ്ങളിലും ബന്ധമുണ്ട് എന്ന കാര്യം ഭീഷണിയായി ഇവരോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ കുടുംബമാണ്, അവർ ഭയപ്പെട്ട നിലയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇന്നലെ തന്നെ ഭീഷണിപ്പെടുത്താൻ എത്തുമ്പോൾ ആ വീട്ടിൽ ഈ പെൺകുട്ടിയും ഭർത്താവിന്റെ അമ്മയും മറ്റൊരു പെൺകുട്ടിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. അവരെ ഭീഷണിപ്പെടുത്തുകയാണ്, എത്തിയിട്ട് കൊലപ്പെടുത്തും എന്ന കാര്യം. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. പോലീസ് ഒത്തുതീർപ്പിൽ പറഞ്ഞവസാനിപ്പിച്ച് വിട്ടാൽ എന്താകും ഇവരുടെ അവസ്ഥ എന്നതിനെ സംബന്ധിച്ച് ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഏതായിരുന്നാലും
തിരുവല്ലം പോലീസ് വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ തന്നെ അവർ പറയുന്നത് കൊച്ചിയിൽ വെച്ചുള്ള ബന്ധമാണ്. തീർച്ചയായും വിനോദ്, നേരത്തെ തന്നെ ഈ യുവതിയുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെ അവർ ഭീതിയോടെയാണ് കഴിയുന്നത്. കാരണം ഈ യുവാവ്, മുൻ സുഹൃത്തെന്ന് പറയുന്ന ഈ യുവാവ് ഇതിനു മുൻപും പലപ്പോഴും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. മാത്രമല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ബന്ധുവാണ് എന്ന് പറഞ്ഞാണ് ഇയാൾ ഭീഷണിയൊക്കെ മുഴക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? പോലീസ് ഇവർക്ക്, ഈ യുവതിക്കും കുടുംബത്തിനും നീതി ഉറപ്പാക്കാൻ വേണ്ടിയുള്ള നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല. അങ്ങനെ ഒരു സെറ്റിൽമെന്റ്, ഒത്തുതീർപ്പിലേക്ക് പോവുകയാണെങ്കിൽ അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണോ, അതോ നിയമ പോരാട്ടം നടത്താൻ തന്നെയാണോ ഇവരുടെ തീരുമാനം? ടോം, നമ്മൾ മനസ്സിലാക്കുന്നത് കേസെടുക്കണമെന്ന ആവശ്യമാണ് ഈ ദമ്പതികൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ പോലീസ് അവരെ കൊണ്ട് ഇത് ഒത്തുതീർപ്പിലേക്ക് പോകണം, അങ്ങനെ ഒരു ആവശ്യത്തിലേക്ക് പോലീസ് കൊണ്ടെത്തിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, പോലീസ് സ്റ്റേഷനുകൾ ഒത്തുതീർപ്പിന്റെ ഇടമാകരുത്, എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർ ആ കേസുമായി മുന്നോട്ട് പോകട്ടെ എന്ന കാര്യം. അവിടെയാണ് ഈ മുൻ റിട്ടയർഡ് CI ഉൾപ്പെടെ ഈ അക്രമിയുടെ ബന്ധുക്കളായി ഉണ്ട് എന്ന കാര്യം പറയുന്നത്. സൈനികനുണ്ട്, പോലീസുകാരുണ്ട് തന്റെ കുടുംബത്തിൽ എന്ന കാര്യം. മാത്രമല്ല ഈ ഭീഷണിപ്പെടുത്തുന്ന ആൾ അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഫോണിൽ നിന്ന് പോലും ഈ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. അതെല്ലാം തന്നെയാണ് ഇവരെ അലട്ടുന്നത്. ഈ ചെറുപ്പക്കാരൻ പറയുന്നത്, ഈ ഭർത്താവ് പറയുന്നത്, താനൊരു കൂലിപ്പണിക്കാരനാണ്, തന്നെ ഇത്രയധികം ഭീഷണിപ്പെടുത്തുമ്പോൾ തനിക്ക് തിരികെ പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ട്, ഫോണിലൂടെ ആ തരത്തിൽ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് വരുന്നത് തിരുവനന്തപുരം കഠിനംകുളത്തെ സംഭവമാണ്. അവിടെ യുവതിയെ കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരാളാണ് ആ തരത്തിൽ നിഷ്ഠൂരമായി ഒരു യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. അങ്ങനെയുള്ള സംഭവങ്ങൾ തൃശൂരിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്നു, അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ കൊലപ്പെടുത്തുന്ന സംഭവം, ആറ്റിങ്ങലിൽ അങ്ങനെ ഒരു യുവതിയെ കൊലപ്പെടുത്തിയ സംഭവം. ഇത് അങ്ങനെ കൊലപാതകം എന്നത് കഴിഞ്ഞതിന് ശേഷം മാത്രമല്ല റിപ്പോർട്ടിംഗിന്റെ പ്രാധാന്യം. അതുകൊണ്ടാണ് ഈ വാർത്ത നമ്മൾ ഏറ്റെടുക്കുന്നതും ഇത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതും. നേരത്തെ അവർ തമ്മിൽ സൗഹൃദമായിരുന്നു, ആ സൗഹൃദം അവസാനിപ്പിച്ചു. അതിനുശേഷം തുടർച്ചയായി ഈ വിവാഹം കഴിഞ്ഞ് 7 മാസം ഗർഭിണിയായ ശേഷവും ഈ വീട്ടിലേക്ക് എത്തുകയും അവിടെയുള്ള സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. മാത്രമല്ല ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ വിളിച്ച് നിരന്തരമായി ഭീഷണിപ്പെടുത്തുന്നു. പല നമ്പറുകളിൽ നിന്ന് ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ വിളിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നത് താനൊരു കൂലിപ്പണിക്കാരനാണ്, പ്രതികരിച്ചു പോവുകയാണ്, കേസെടുക്കണമെന്ന ആവശ്യമാണ് അവർക്കുള്ളതെന്ന കാര്യം അവർ പറയുന്നുണ്ട്. പക്ഷേ പോലീസ് ഇതിൽ ഒരു ഒത്തുതീർപ്പിന്റെ ഭാഗത്തേക്ക് പോവുകയാണ്. അത് എത്രമാത്രം ആശാസ്യമാണെന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട്. ഒരാളുടെ ജീവൻ നഷ്ടമായിട്ട്, അല്ലെങ്കിൽ ഒരു കുടുംബം ശിഥിലമായ ശേഷമാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതെന്ന ഒരു ഒറ്റ ചിന്ത, ആ ഒരു ചിന്തയാണ് ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അവർ സമാധാനപരമായി ജീവിക്കുകയാണ്. നേരത്തെ ഒരു വിനോദ് സൂചിപ്പിച്ചതുപോലെ ഈ സമീപകാലത്ത് കേരളത്തിലുണ്ടായ പല സംഭവങ്ങളും പരിശോധിച്ചു നോക്കിയാൽ അവിടെ പോലീസിന്റെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയൊക്കെ പ്രകടമാണ്. കാരണം ഇവിടെ കുറ്റക്കാർക്കെതിരെ അല്ലെങ്കിൽ ക്രിമിനൽ സ്വഭാവമുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല. പല കേസുകളും ഒത്തുതീർപ്പാക്കുന്നു. ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക്, ഗുണ്ടാ സംഘങ്ങൾക്കടക്കം പുറത്ത് സ്വൈരവിഹാരം ഇറങ്ങി നടക്കാനുള്ള സാഹചര്യം പോലീസ് തന്നെ സൃഷ്ടിക്കുന്നു. ഈ തിരുവല്ല പോലുള്ള സംഭവങ്ങൾ ഇനി ഒരു വീട്ടിലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ചും ഈ യുവതിയും ഭർത്താവും അവർ വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് അവിടെ ഒരു മുൻ സുഹൃത്തിന്റെ ഒരു കടന്നുവരവുണ്ടാകുന്നത്. ഇതിനു മുൻപും ഇയാൾ ഈ കുടുംബത്തെ, ഈ യുവതിയെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തിയിരുന്നു. അന്ന് പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. ഇതേ നിലപാട് തന്നെയായിരുന്നു പോലീസ് സ്വീകരിച്ചതും. പോലീസിന്റെ സമീപനം, അല്ലെങ്കിൽ പോലീസിലേക്ക് അവർ പോകുന്നത് ആദ്യമായിട്ടാണ്. പോലീസിന്റെ സമീപനമാണ് സംശയമുണ്ടാക്കുന്നത്. കാരണം കേസ് വേണം എന്ന് പറയുന്ന കുടുംബത്തോട് എന്തിനാണ് ഒത്തുതീർപ്പിന് വേണ്ടി പോലീസ് നിർബന്ധം പിടിക്കുന്നത്? മാത്രമല്ല ഈ കേസ് ഒതുക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ ഈ കേസ് രജിസ്റ്റർ ചെയ്താൽ ഈ കുറ്റാരോപിതൻ അല്ലെങ്കിൽ ഈ ആരോപണ വിധേയൻ റിമാൻഡിൽ പോകുന്ന സ്ഥിതി ഉണ്ടാകും. 7 മാസം ഗർഭിണിയാണ്, സ്ത്രീകൾ മാത്രമുള്ള വീടാണ്, അവിടെ വന്നിട്ട് വധഭീഷണി നടത്തി പോവുകയാണ്. ആ ഒരാളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണോ പോലീസിന്റെ ഭാഗത്തു നിന്ന് ചില നീക്കങ്ങൾ ഉണ്ടാകുന്നതെന്ന
സംശയമുണ്ടാകുന്നു. അവിടെയാണ് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ നമ്മൾ വീണ്ടും ഉദ്ധരിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ ഒത്തുതീർപ്പിന്റെ ഭാഗമാകരുത്. അവിടെ പരാതിയുമായി ആളുകൾ വന്നാൽ ആ പരാതി റിപ്പോർട്ട് ചെയ്യുകയും അതിൽ എഫ്ഐആർ എടുക്കുകയും കേസുമായി മുന്നോട്ട് പോവുകയും വേണം. അതിനപ്പുറത്തേക്ക് കോടതിയുണ്ട്. ആ നടപടിയിലേക്ക് പോകാതെ എന്തിനാണ് ഈ തരത്തിൽ ഈ ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുപോകുന്നത്? ഇയാളെ പുറത്തുവിട്ടാൽ നാളെ ഇയാൾ വന്ന് അക്രമം കാണിക്കില്ല എന്ന് പറയാൻ പോലീസിന് കഴിയുമോ എന്നൊരു ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ, മാധ്യമങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ ഇതൊരു സാധാരണ സംഭവമായി മാറും. ഒരാൾ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുന്നു, രണ്ട് കൂട്ടർക്കും പരാതിയില്ല, ഈ പരാതി അവസാനിക്കുന്നു. പക്ഷേ ആ വീട്ടുകാരുടെ അവസ്ഥ നമ്മൾ ആലോചിക്കണം. 7 മാസം ഗർഭിണിയാണ്. ആ വീട്ടിൽ അവരുടെ ഭർത്താവ്, അദ്ദേഹത്തിന്റെ അമ്മ എന്നാണ് നേരത്തെ പറഞ്ഞത്, അമ്മൂമ്മയാണ് ആ വീട്ടിലുള്ളത്. അമ്മൂമ്മ, സഹോദരി, ഈ സ്ത്രീകൾ മാത്രമാണ് ആ വീട്ടിലുള്ളത്. അങ്ങനെ അവർ കഴിയുമ്പോൾ അവിടേക്ക് വീണ്ടും വീണ്ടും ഇയാൾ എത്തുന്നില്ല. എന്ത് ഉറപ്പാണ് പോലീസിന് നൽകാൻ കഴിയുന്നത്? അല്ലെങ്കിൽ പോലീസ് ഏത് തരത്തിലുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത്? ഇങ്ങനെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയ ആൾക്കെതിരെ ആ വകുപ്പുകൾ ചുമത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക എന്ന ഒരു നടപടിയല്ലേ പോലീസിന് മുമ്പിലുള്ളത്? അങ്ങനെയുള്ള സംശയങ്ങൾ കൂടി ഉണ്ടാകുന്നു. നാളെ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം നടന്ന ശേഷമാണ് പോലീസ് ഇതിൽ ആക്ട് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായും ആ കുടുംബത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? ജീവൻ നഷ്ടപ്പെട്ടാൽ അതിന് ആര് ഉത്തരം പറയും? അങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, കഠിനംകുളത്ത് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. അവിടെ പൂജാരിയായ ഭർത്താവ് ഇത് ആരോടും പറഞ്ഞില്ല, ഇത് വെളിപ്പെടുത്തിയില്ല, പോലീസിനോട് പറയുന്നതിന് കാലതാമസമുണ്ടായി, ഈ കൊലപാതകം നടക്കുന്നതുവരെ പോലീസിനോട് പറഞ്ഞില്ല, മറ്റാളുകളോട് പറഞ്ഞില്ല എന്നൊരു കാര്യമാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അവർ സമാധാനപരമായി ജീവിക്കുകയാണ്. ആ ദമ്പതികൾ അവരുടെ ജീവിതവുമായി പോകുമ്പോൾ പഴയ ആൺ സുഹൃത്ത് അവരുടെ കുടുംബത്തിലേക്ക് വന്നു കയറുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. യുവതിയെ കൊലപ്പെടുത്തും, കുഞ്ഞിനെ കൊലപ്പെടുത്തും എന്ന ഭീഷണി ഉയർത്തുന്നു. പോലീസുമായി ബന്ധമുണ്ട്, സൈനികരുമായി ബന്ധമുണ്ട്, മറ്റുദ്യോഗസ്ഥരുമായി തനിക്ക് ബന്ധമുണ്ട് എന്ന കാര്യം പറഞ്ഞ് ആ ഒരു ബന്ധുബലം അല്ലെങ്കിൽ ആൾബലം ആ വീട്ടിൽ പറഞ്ഞ് വെല്ലുവിളിയുടെ സ്വരത്തിൽ പറഞ്ഞു പോകുമ്പോൾ എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിക്കേണ്ടത്? പോലീസ് ഒത്തുതീർപ്പിൽ പറഞ്ഞുവിട്ടാൽ ഈ പ്രശ്നം അവിടെ അവസാനിക്കുമോ എന്ന ഒരു ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട്. ടോം. വ്യക്തമാണ്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. വിനോദ് സൂചിപ്പിച്ചതുപോലെ ആ കുടുംബം വലിയ ഭീതിയിലാണ്. ഈ പ്രതിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വീണ്ടും ഇവർക്കെതിരെ ഭീഷണി മുഴക്കാനും അതല്ലെങ്കിൽ കൊലപ്പെടുത്താനും വരെ സാധ്യതയുണ്ട്. അത്തരം കൊലവിളിയാണ് വീട്ടിൽ വന്ന് സ്ത്രീകൾ മാത്രമുള്ള വീട്ടിലെത്തി ഇയാൾ മുഴക്കിയത്. പക്ഷേ പോലീസ് ഈ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം നടത്തുന്നു, കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നു, പ്രതിയെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണവും അവർ ഉന്നയിക്കുന്നുണ്ട്. ഈ യുവതിക്കും അവരുടെ കുടുംബത്തിനും സ്വൈര്യമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് പോലീസും നമ്മുടെ നിയമ സംവിധാനവുമാണ്.